വെള്ളക്കടല കൊണ്ട് വളരെ എളുപ്പത്തിൽ ഒരു കുറുമക്കറി ഉണ്ടാക്കിയാലോ? 5 മണിക്കൂറെങ്കിലും കുതിർത്ത കടല കഴുകി വൃത്തിയാക്കി ആവശ്യത്തിന് പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും 1 ഉരുളക്കിഴങ്ങും 1 ക്യാരറ്റും ഇട്ട് ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതിനാവശ്യത്തിനായിട്ടുള്ള വെള്ളവും ഒഴിച്ച് 5 വിസിലിന് വേവിച്ചെടുക്കുക. ഇനി നമുക്കതിനായിട്ടുള്ള മസാല റെഡിയാക്കാം. ഒരു അരമുറി തേങ്ങ, പെരിഞ്ചീരകം, ഏലക്ക, ഗ്രാമ്പൂ, പട്ട എല്ലാം കൂടി നന്നായി അരച്ചെടുക്കുക. അബി വൈകുന്നേരം ആയപ്പോഴേക്കും സ്കൂളിൽ നിന്ന് എത്തിയിട്ടുണ്ട്. അവൾ ഭക്ഷണം കഴിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞൂസും അമ്മയും കുഞ്ഞമ്മയും കൂടി അവൾക്ക് കാവലി ഇരിപ്പുണ്ട്. നമുക്കിനി നമ്മുടെ കറിയിലോട്ട് കിടക്കാം. നമ്മൾ കുക്കറിൽ വെച്ച കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ ഒരു കടല എടുത്ത് നമ്മൾ ഇതുപോലെ എടുത്ത് നോക്കുക. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ടെങ്കിലാണ് ഈ കടല വെന്തിട്ടുണ്ട് എന്നുള്ള അതിൻ്റെ പാകമാവുക. അപ്പോൾ നമ്മുടെ കടല വെന്തിട്ടുണ്ട്. നമ്മൾക്ക് ഇനി ആദ്യം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് 2 ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. എന്നാലേ ഒരു കുറുക്കിയ ഒരു ഇതുണ്ടാവുകയുള്ളൂ. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മസാലക്കൂട്ടിട്ട് നന്നായിട്ട് ഇളക്കി ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് ഇളക്കി പച്ചമണം പോകുന്നവരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. നമ്മുടെ കറി ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ല മണവും ഉണ്ടാവും, ഗ്രാമ്പൂവിൻ്റെയും പട്ടയുടെയൊക്കെ മണം. ഈ സമയത്ത് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിന് താളിക്കാൻ വേണ്ടി നല്ല വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിൽ പെരിഞ്ചീരകമാണ് ഇടുന്നത്. പെരിഞ്ചീരകം ഇട്ടതിന് ശേഷം അതിൽ കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടി നന്നായിട്ട് മൂപ്പിച്ച് നമുക്ക് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിന് മുമ്പ് നമ്മുടെ താളിച്ച ആ എണ്ണയിൽ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. എരിവിനാവശ്യമായ കുരുമുളക് നമുക്ക് ഇട്ട് കൊടുക്കണം. ఇక్కడ ఎవడ బాధలు గాడీలు ఇరికరైట్ రాసుకోండి మాడతెట్టి పాడండి. ഇനി നമുക്ക് നമ്മൾ മൂപ്പിച്ച് വെച്ചിരിക്കുന്ന വറവിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് കറിക്ക് നല്ല മണമാണ്, നല്ല ടേസ്റ്റുമാണ്. സിമ്പിളായിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കടല കൊണ്ടുള്ള ഒരു കുറുമയാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എനിക്ക് കമൻറ്റ് ഇടുക. അപ്പോൾ നമുക്കൊരു പുതിയ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ഗായ്സ്.